എമ്പുരാൻ പാൻ ഇന്ത്യൻ ലെവലിൽ ജംഗിൾ പൊളി പൊളിച്ചോ? മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ എങ്ങനെയാണ്? മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് എമ്പുരാൻ. മാർച്ച് 27 റിലീസ് ചെയ്ത സിനിമ നിലവിൽ ആഗോളതലത്തിൽ 250 കോടിക്ക് മുകളിലാണ് നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലാകെ വൈഡ് റിലീസ് ചെയ്ത സിനിമയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എമ്പുരാന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. 82 കോടിക്ക് മുകളിലാണ് ഇതുവരെ എമ്പുരാൻ കേരളത്തിൽ നിന്നും നേടിയ കളക്ഷൻ. 12.32 കോടിയാണ് കർണാടകയിൽ നിന്നും സിനിമ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. KGF-ഉം സലാറും നിർമ്മിച്ച ഹോംബാലെ ഫിലിംസാണ് ചിത്രം കർണാടകയിൽ വിതരണം ചെയ്തത്. വൻ കളക്ഷൻ സ്വന്തമാക്കുമെന്ന് കരുതിയ തമിഴ്നാട്ടിൽ നിന്നാകട്ടെ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 9 കോടിക്ക് മുകളിലാണ്. സംസ്ഥാനത്തെ എമ്പുരാന്റെ കളക്ഷനിൽ വലിയ ഇടിവാണ് സംഭവിക്കുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് 4 കോടിയാണ് സിനിമ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളതെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം 250 കോടിയിലേറെ കളക്ഷൻ പിന്നിട്ട എമ്പുരാൻ ഇന്ത്യയിൽ നിന്നും ആകെ 118 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് പറയുന്നത്. ഓവർസീസിൽ നിന്നും 141 കോടിയും ഇന്ത്യ നെറ്റ് 101 കോടിയും എമ്പുരാൻ നേടി. ഏറ്റവും വലിയ ഓപ്പണിംഗിൽ നിന്ന് തുടങ്ങി ഏറ്റവും വേഗത്തിൽ 100-200 കോടി ക്ലബ്ബുകളിൽ ഇടം പിടിച്ച മലയാള ചിത്രമായി എമ്പുരാൻ മാറുന്നതാണ് നാം കണ്ടത്. പല വിദേശ മാർക്കറ്റുകളിലും റെക്കോർഡ് കളക്ഷനും ചിത്രം സ്വന്തമാക്കി. അതേസമയം വിദേശ ബോക്സ് ഓഫീസിലാണ് ചിത്രം ഏറ്റവും മികച്ച പ്രതികരണം നേടിയത്. അതിൽ പല രാജ്യങ്ങളിലും മോളിവുഡ് ഫസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡും ഇട്ടിരുന്നു. അതിലൊന്ന് സൗദി അറേബ്യയാണ്. $1 മില്യൺ സൗദിയിൽ നിന്ന് മോഹൻലാൽ ചിത്രം സ്വന്തമാക്കിയത്. ഒരു മലയാള ചിത്രം ആദ്യമായാണ് സൗദിയിൽ 1 മില്യൺ പിന്നിടുന്നത്. അതേസമയം മലയാളത്തിലെ വിഷു റിലീസുകൾ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം മറുഭാഷകളിലെ ഫെസ്റ്റിവൽ റിലീസുകളും എത്തിക്കഴിഞ്ഞു. വിഷു റിലീസുകൾ എത്തുന്നതോടെ ചിത്രത്തിന്റെ കളക്ഷനിൽ കാര്യമായ ഡ്രോപ്പ് ഉണ്ടാവുമെങ്കിലും ചിത്രത്തിന് പ്രേക്ഷകർ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് തിയേറ്റർ ഉടമകളുടെയും ആരാധകരുടെയും പ്രതീക്ഷ. വിഷു റിലീസുകൾക്ക് ലഭിക്കുന്ന പ്രേക്ഷകാഭിപ്രായങ്ങളും ബോക്സ് ഓഫീസിൽ എമ്പുരാന്റെ മുന്നോട്ടുപോക്കിനെ കാര്യമായി സ്വാധീനിക്കുമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.